സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ ലീഫ് പ്ലാനിങ്ങാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഒരു ഇത്ര 3 ഇയേഴ്സോളായെന്ന് തോന്നുന്നു പ്ലാന്റ്. ഇത് മദർ പ്ലാന്റാണ്. ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന്. നിറച്ച് ബേബി പ്ലാന്റ്സ്, എനിക്ക് തോന്നുന്നു ഒരു 6-7 പ്ലാന്റ്സ് നിൽപ്പുണ്ട് അതിനകത്ത്. കറി ലീഫിൻ്റെ കുഞ്ഞ് ബേബി പ്ലാന്റ്സ് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഈ വിൻ്ററിൽ പോയതാണ്. പോയിട്ട് ഞാൻ വിചാരിച്ചത് പട്ടുപോകുമായിരിക്കും എന്ന് വിചാരിച്ചു. അകത്ത് വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നോക്ക്, ഇത് കണ്ടോ, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഉണ്ടോ, പോയതാണ്, കംപ്ലീറ്റ് പോയതാണ്. ബട്ട് അത് പൊടിച്ചു വന്നു, നിറച്ച് പ്ലാന്റ്സ് കിട്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വേറൊരു പ്ലാന്റ് കൂടി ഉണ്ട്. കുഞ്ഞ് 2 ബേബി പ്ലാന്റ്സ് കൂടെ കിട്ടും. കളർ കിട്ടുന്നുണ്ട്, അത് കുറച്ച് കളർ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഇടുന്നത് നമ്മുടെ എക്ഷലില്ലേ, വൈറ്റ്, അത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യണം. നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്തിട്ട് വരുന്ന വൈറ്റ് ഷെയ്ഡ്സ് ഇതേപോലത്തെ ഇവിടെ ഉണ്ടല്ലോ. അത് ഞാൻ മണ്ണിൽ കുഴിച്ചിടാറാണ് ചെയ്യാറ്. വേറെ ഒന്നും ഞാൻ ഇടാറില്ല. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ തേയില തൊത്ത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഒരുപാട് ഇത് ഇടാറില്ല, കുറച്ച് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, നമ്മൾ എക്ഷൽസ് ഇടുവാണെങ്കിൽ ഇത് നന്നായിട്ട് വളരും കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ ബേബി പ്ലാന്റ്സ് വന്നത് പെട്ടെന്ന്. ഇത് എനിക്കൊന്നൊരു 1 മന്ത്, ഒരു 1 മന്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 ബേബി പ്ലാന്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് പെട്ടെന്ന് വളർന്നു അത്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഇട്ടത്. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.